പഴയ കാലങ്ങളിൽ അരി കൊണ്ടുള്ള കഞ്ഞിയിൽ 3-4 ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയിരുന്ന മരുന്നുകഞ്ഞിയായിരുന്നു കർക്കിടക മാസങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ശരീരത്തിലെ ത്രിദോഷങ്ങളെ സമതുലിതാവസ്ഥയിൽ നിർത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ മറ്റു ചില മരുന്നുകൾ കൂടി ചേർത്തുള്ള ഔഷധക്കഞ്ഞി കിറ്റുകൾ വിപണിയിൽ ലഭ്യമാണ്. കർക്കിടകത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രിദോഷങ്ങൾക്ക് ദുഷ്ടി സംഭവിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. എന്ന് പറഞ്ഞാൽ വാതരോഗത്തിന്, വാതം പിത്തം കഫത്തിൽ വാതരോഗത്തിന്, വാതാനുബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ദുഷ്ടി സംഭവിച്ച് വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും അതുപോലെ പിത്തകഫങ്ങൾക്ക് സഞ്ചയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവ ദുഷിച്ച് ഒരു രോഗമുണ്ടാകാനുള്ള അവസ്ഥ ഉള്ളിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ത്രിദോഷ ദുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് ഈ കർക്കിടക മാസം. ആ മാസത്തിൽ ദുഷിച്ചിരിക്കുന്ന രോഗത്തെ നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കാനും അതുപോലെ ഈ സഞ്ചയിച്ച ദോഷത്തെ പുറത്തേക്ക് കളഞ്ഞ് ശരീരത്തെ ശുദ്ധി ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം. അങ്ങനെ വളരെ ഫലപ്രദമായിട്ടുള്ള ഈ ത്രിദോഷ ശമനമായിട്ടുള്ളതും അതുപോലെ നമ്മുടെ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതും ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ കർക്കിടകാല സമയത്ത് നമ്മളിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ശ്വാസകോശ രോഗങ്ങൾ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് മുതലായിട്ടുള്ള രോഗങ്ങൾ. അതുപോലെ വയറ്റിലുണ്ടാകുന്ന ദഹന, അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ വയറിളക്കം മുതലായിട്ടുള്ള രോഗങ്ങൾ, വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ. ഈ രോഗങ്ങൾക്കെല്ലാം വളരെയധികം ഫലപ്രദമായിട്ടുള്ള അനേകം മരുന്നുകൾ ചേർത്താണ് ഈ കർക്കിടക മാസം ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ എന്നും ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാനോ ഒക്കെ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ സാധിച്ചിരുന്ന ഒരു കാലഘട്ടമല്ല. അപ്പോൾ പ്രത്യേകമായിട്ടൊരു സംരക്ഷണം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കണക്കാക്കിയാണ് അന്നിങ്ങനെ ഔഷധക്കഞ്ഞി കഴിച്ചിരുന്നത്. കേരളത്തിൽ നടപ്പിലുള്ള പരമ്പരാഗതമായ അരി കൊണ്ടുള്ള സാധാരണ കഞ്ഞിയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു പലതരം കഞ്ഞികളും തയ്യാറാക്കപ്പെടുന്നുണ്ട്. ഇത്തരം കഞ്ഞികൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി പകർന്നു നൽകുന്നു. ഇപ്പോൾ ആധുനിക ശാസ്ത്രം ഇത്രയേറെ വളർന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം, അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്ര കാലോറിക മൂല്യത്തിലുള്ള ഭക്ഷണം കഴിക്കണം, ഇന്ന പോലെ ജീവിക്കണം എന്നൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും പുതിയ പുതിയ രോഗങ്ങൾ നമ്മളെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട വിധത്തിലുള്ള പ്രതിവിധി ഇല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അനേകം രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യർ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ ബോധവാന്മാരാകുകയും അതിനൊരു പ്രതിവിധി ഈ പണ്ട് മുതൽക്കേ ഇത്രയും വർഷപ്പഴക്കമുള്ള ഈ ആയുർവേദ ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന ആരോഗ്യ സംരക്ഷണവും അതുപോലെ രോഗനിവാരണത്തിൻ്റെ ആയിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിട്ട് നാം തിരിച്ചു വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുകയൊക്കെയാണ് ഈ ആയുർവേദ ചികിത്സകളിലൂടെ സാധ്യമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു മൂല്യത്തെ മനസ്സിലാക്കിയിട്ടാണ് നാം ഇന്ന് വീണ്ടും ഈ പഴമയിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറായിരിക്കുന്നത്. കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. വിപണിയിൽ കിട്ടുന്ന കിറ്റിലുള്ള പച്ചമരുന്ന് പൊടികളിട്ട് കഷായമുണ്ടാക്കി അതിൽ ഞവരയരിയിട്ട് കഞ്ഞിയുണ്ടാക്കി പൊടിമരുന്നും ഉലുവയും ആശാളിയും തേങ്ങാപ്പാലും ഉള്ളി മൂപ്പിച്ചതും ചേർത്ത് സ്വാദിഷ്ടമായ കഞ്ഞി വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ഈ കർക്കിടകത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ ഔഷധക്കഞ്ഞി പല വിധത്തിലും തയ്യാറാക്കുന്ന കുറച്ച് മരുന്നുകളിട്ട് ഇപ്പോൾ വീടുകളിൽ തന്നെ തയ്യാറാക്കുന്ന ഈ ഉലുവയും ആശാളിയും ചതവുപ്പയൊക്കെ ചതച്ചിട്ട് കഞ്ഞി വേവിച്ച് കഴിക്കുക, ഉലുവ കഞ്ഞി പോലെ ഉണ്ടാക്കി കഴിക്കുന്ന സമ്പ്രദായമുണ്ട്. അതുപോലെ ഈ ഉലുവ തന്നെ ഉലുവയും ആശാളിയും ചതവുപ്പയൊക്കെ ഇടിച്ചു വെച്ച് അത് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. എന്നാൽ ഈ ഈ എല്ലാ ഈ രോഗപ്രതിരോധത്തെയും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തെയും നമ്മുടെ ഈ വരും വർഷത്തേക്ക് നമുക്ക് ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്ത് നമുക്കൊരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തൊരു
ഈ ഞവരേരി വേവിക്കാനായിട്ട് കുറച്ച് മരുന്നുകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാൽമുതുക്കിൻ്റെ കിഴങ്ങ്, അതുപോലെ പുത്തരിച്ചുണ്ട, ഞെരിഞ്ഞിൽ, ഓരില മൂവില, കുറുന്തോട്ടി, കരിങ്കുറിഞ്ഞി തുടങ്ങിയ ഒരു 10-21 കൂട്ടം മരുന്നുകൾ അതിൽ പറയാൻ പറ്റും. ആ മരുന്നുകളൊക്കെ കഴുകി ചതച്ച് ആ പൊടിയിട്ട് വെന്ത വെള്ളത്തിൽ ഈ ഞവരേരി വേവിക്കുക. ആ അരി വേവിക്കുന്നതോടൊപ്പം തന്നെ ഉലുവയും ആശാളിയും കൂടെ ചേർത്ത് അത് വേവിച്ചെടുക്കുക. അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പൊടിമരുന്നിനായിട്ട് ചുക്കുമുളക് തിപ്പലി, അതുപോലെ കക്കുംകായ, അയമോദകം, ശതവുപ്പ മുതലായിട്ടുള്ള മരുന്നുകൾ പൊടിച്ച് അതിനകത്ത് പൊടിമരുന്നായിട്ട് ചേർക്കുകയും അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ അതിനകത്ത് ചേർത്ത് ഉപയോഗിക്കാം. ഇനി പല രോഗികൾ, ഇനിയിപ്പോൾ പ്രഷറുള്ളവർ, അങ്ങനെ പല രോഗികളായിരിക്കുന്നവർക്ക് ഈ പാല് വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരം ആട്ടിൻപാൽ ചേർക്കാം, അതല്ലെങ്കിൽ പാല് ചേർക്കാതെ ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ട് പാൽക്കഞ്ഞി നന്നായിട്ട് വെന്തതിന് ശേഷം അതിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് നറുനെയ്യിൽ താളിച്ച് ചേർക്കുകയാണെങ്കിൽ അത് സ്വാദിഷ്ടമായിട്ടും അതോടൊപ്പം തന്നെ ഈ വാതരോഗങ്ങൾക്ക് വളരെ വിശിഷ്ടമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ നറുനെയ്യിൽ താളിക്കുന്നത് ഇപ്പോൾ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ നെയ്യിൽ താളിക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ കഞ്ഞിയുടെ പ്രത്യേകത എന്നുള്ളത് ഇത് വളരെ ലഘുവായിട്ടുള്ളതാണ്, പെട്ടെന്ന് തന്നെ ദഹനത്തെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തപ്രസാദകമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ രക്തശുദ്ധീകരണത്തെ ചെയ്യുന്നതാണ്. അങ്ങനെ പല വിധത്തിലുള്ള കഴിവുകളാണ്. നമുക്ക് ആകെയുള്ള എനർജിയെ പുനർജീവിപ്പിക്കാൻ പുതിയൊരാളാക്കി നമ്മെ തീർക്കാൻ പ്രത്യേക വിധത്തിൽ കഴിവുള്ള ഒരു ഔഷധക്കൂട്ടാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഈ കർക്കിടകത്തിലെ ഒരു 10 ദിവസമെങ്കിലും, ആദ്യത്തെ ഒരു 10 ദിവസമെങ്കിലും അത് ഉപയോഗപ്പെടുത്താം. ഒരു മാസക്കാലം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായിരിക്കും. നമ്മൾ പ്രത്യേക വിധത്തിൽ ഈ ഒരു മാസക്കാലം മത്സ്യമാംസങ്ങളൊക്കെ വർജിച്ച് ഇലക്കറികൾ ഒക്കെ 10 ഇലക്കറികളൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഈ സമയത്ത് കഴിക്കാനായിട്ട്. അത് നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെയൊക്കെ പുറത്തേക്ക് കളയാനായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അത് ചേർത്ത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ലഭ്യമായ കർക്കിടക കഞ്ഞി കിറ്റിൽ 31 പരം പച്ചമരുന്നുകളുടെ പൊടിയും അരികളിൽ ഏറ്റവും ഉത്തമമെന്ന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഞവരയരിയും കൂടാതെ ഉലുവ, ആശാളി എന്നീ ധാന്യങ്ങളുമുണ്ട്. ശരീരത്തെ രോഗവിമുക്തമാക്കാനും ആരോഗ്യപൂർണ്ണമാക്കാനും ഈ ഔഷധക്കൂട്ടിന് കഴിയും. യഥാർത്ഥത്തിൽ ഹിത ആഹാരം, മിത ആയാസം, ഇതാണ് അശ്വിനി ദേവതമാര്. ഹിതമായ ആഹാരം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ്, മിതമായിട്ടുള്ള ആയാസം, കൺട്രോൾഡ് ആയിട്ടുള്ള എക്സർസൈസ്. ഇതിനൊന്ന് തിരിച്ചിട്ട് നോക്കുക. മിത ആഹാരം, ഹിതായാസം, ഹിത ആഹാരം, മിതായാസം. തിരിച്ചിട്ടാലും തെറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അതിനെ ഇരട്ടകളെന്ന് പറയുന്നത്, ട്വിൻസ് എന്ന് പറയുന്നത്. മിതാഹാര ഹിതായാസ ഏതേ അശ്വിനി ദേവത. വളരെ രസമാണ്. ഇപ്പോൾ ഭാരതത്തിലെ ഒരു വാക്കിൽ പോലും ഒരു ചാപ്റ്റർ, അധ്യായം എഴുതാവുന്ന അത്രയും വരികളുണ്ട്. അപ്പം നമ്മളുടെ ആഹാരം, നമ്മളുടെ ആയാസം, എക്സർസൈസ്, ഇത് രണ്ടും ഹിതവും മിതവുമായാൽ ആരോഗ്യം പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് ഇന്നത്തെ ലോകോത്തര ശാസ്ത്രജ്ഞന്മാരും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നു. എങ്കിൽ ഈ 4000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിൻ്റെ വീക്ഷണം എത്ര കറക്റ്റായിരുന്നു ആഹാരത്തെക്കുറിച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.